എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായി നമ്മളിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത്തച്ചിയുടെ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറേ കമൻസ്, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ്, ഇതൊക്കെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് എടുത്ത് നോക്കുന്നതൊക്കെ. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയത് പെട്ടെന്നല്ല. എല്ലാവർക്കും ആ ഒരു ന്യൂസ് അറിഞ്ഞ് അല്ലെ അത് കണ്ട എല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നൊന്നും ഇല്ലല്ലോ, നമ്മളും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോഴും ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഇത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത് ചെയ്തു തീർത്താലാണ് എനിക്ക് വേറെ കുറച്ച് ആളുകൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ആ സംശയങ്ങളൊക്കെ തീർത്ത് കൊടുക്കുന്ന അടുത്തൊരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അതിന് ഈ വീഡിയോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അപ്പം അത്തശ്ശിക്ക് ക്യാൻസർ ആയിരുന്നു. നമ്മളത് അറിഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പ് ഞാൻ പറയുകയാണ്, ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്തുള്ള വീഡിയോ ആയിരിക്കും. എനിക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യം മുതൽ അത് പറയാം. അതായത് ഞാൻ നാട്ടിലുണ്ടായിരുന്ന സമയത്ത്, നമ്മൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 2-2.5 മാസം മുമ്പേ ആണ് ഇങ്ങനെ ഈ നടക്കുമ്പോൾ തല ഇങ്ങനെ വേച്ച് പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അത്തച്ചിക്ക്. അതിന് മുമ്പ് ഒരു ഷുഗറിൻ്റെ, പ്രഷർ അങ്ങനത്തെ ഒരു മരുന്നൊന്നും കഴിക്കുന്ന ആളല്ല. അങ്ങനെ ഒരു പനി പോലും വരുന്നത് 2 വർഷം കൂടുമ്പോഴും അങ്ങനെയൊക്കെ ഉള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പം വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാലിനിടയ്ക്ക് ഒരു സർജറി ചെയ്ത് കഴിച്ചാൽ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രാവിലെ ടൗണിലേക്കൊക്കെ പോകുമായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും തല ഇങ്ങനെ വേച്ച് പോകുന്ന പോലൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടുമില്ല. പക്ഷേ പിന്നെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ ഉമ്മച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഒന്ന് കാണിക്ക്, ഇപ്പം എന്താണെന്ന് അറിയില്ലല്ലോ, അപ്പം ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അടുത്തുള്ള തട്ടക്കുഴ ആശുപത്രിയിൽ പോയപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാകും, സോ ജില്ലാ ആശുപത്രിയിൽ ENT ഒന്ന് കാണിക്കാൻ പറഞ്ഞു. എന്നിട്ടും പോകുന്നുമില്ല, കാണിക്കുന്നുമില്ല. സാരമില്ല, മരുന്ന് കഴിച്ചാൽ മാറും, അവിടെ നിന്ന് എന്തോ ഗുളിക എന്തോ കൊടുത്തു എന്ന് തോന്നുന്നു, അത് കഴിച്ചാൽ മാറും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ കുറേ പറഞ്ഞു അത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, പോന്ന് പറഞ്ഞ്. ലാസ്റ്റ് പിന്നെയും ഇതിങ്ങനെ ഒരു ബുദ്ധിമുട്ടായ സമയത്താണ് ജില്ലാ ആശുപത്രിയിലേക്ക് ഉമ്മച്ചി അത്തശ്ശിയും കൂടെ പോകുന്നത് കേട്ടോ. അങ്ങനെ പോയ അന്ന് ENT കാണിച്ചപ്പോൾ ന്യൂറോയിലേക്ക് വിട്ടു. അങ്ങനെ ആ ഡോക്ടർ കുറേ ഇങ്ങനെ നടക്കാനൊക്കെ പറഞ്ഞു, അതായത് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കൂടുതലാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത്രയും പ്രഷർ നിൽക്കുമ്പോൾ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വിടില്ല, സോ അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ അന്ന് അവിടെ അഡ്മിറ്റായി അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു തലയുടെ CT സ്കാൻ എടുക്കണം, നാളെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ പോയി അത്തച്ഛനെ കൊണ്ടുപോയി CT സ്കാൻ എടുത്തു. CT സ്കാൻ എടുത്തപ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്ത അവിടുന്ന് തന്നെ ചെറിയൊരു ഡൗട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ ഡോക്ടറെ കാണിക്കണമല്ലോ. അങ്ങനെ ഡോക്ടർ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫോൺ വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം വിചാരിച്ചത് സ്ട്രോക്കിൻ്റെ ആയിരിക്കും എന്നാണ്, പക്ഷേ ഇത് തലച്ചോറിൻ്റെ 2 ഭാഗത്തും ഓരോ മുഴയുണ്ട്, അപ്പോൾ അത് ട്യൂമർ ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ ഒട്ടും താമസിക്കാതെ ഇപ്പം തന്നെ നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പൊക്കോ, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ എന്നോടാണ് പറയുന്നത് ഫോണിൽ. ഇപ്പോഴും എനിക്കറിയില്ല അതെങ്ങനെ, നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ട്യൂമർ അങ്ങനെയുള്ള വലിയൊരു സംഭവമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അങ്ങനെ അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി. വൈകുന്നേരം ഒരു സന്ധ്യ ഒരു 6 മണി 6:30 ആയപ്പോഴാണ് തോന്നുന്നു അവിടെ എത്തിയത്. അങ്ങനെ ഞാനും ഉമ്മച്ചിയും അത്തച്ചിയും കൂടിയിട്ട് കാഷ്വാലിറ്റിയിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ ഉള്ളൊരവസ്ഥയൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അതിൻ്റെ ഉള്ളിലൊരു 4-5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ. കാരണം A to Z ടെസ്റ്റ് അവർ ചെയ്യിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സ്റേ, ECG, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ എല്ലാം അവർ ചെയ്യിക്കും. പിന്നെ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് മറ്റുമ്മച്ചിക്ക് വയ്യാതെ വന്നപ്പോൾ ഞാനും ഉമ്മച്ചിയാണ് അന്ന് കൊണ്ടുപോയത്. അന്ന് അവിടെ പോയി അന്ന് മൊത്തം തപ്പലായിരുന്നു, നമുക്കൊന്നും അറിയില്ലായിരുന്നു. അന്ന് അവിടെ പോയി ആ കാഷ്വാലിറ്റിയിൽ നിന്ന് ഓരോ കാര്യങ്ങളും ചെയ്തതുകൊണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് സ്പീഡപ്പ് ആകാൻ നോക്കി. പക്ഷേ അവിടെ അത്രയും തിരക്കും അത്രയും രോഗികളെ കൊണ്ടിരുന്ന ഒരു സ്ഥലമാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം എന്തായാലും ഉണ്ടാവും.
അങ്ങനെ അവിടുന്ന് തന്നെ എക്സ്റേ, ECG, ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം. എക്സ്റേക്കൊക്കെ നമ്മൾ 2-3 മണിക്കൂറൊക്കെ നിന്നതിന് ശേഷമാണ് ഒന്ന് എടുക്കാൻ പറ്റിയതൊക്കെ. പിന്നെ അവിടെ ആ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്ന ഒരു 3-4 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഈ സ്കാനിങ് റിപ്പോർട്ട്, എക്സ്റേ, ബാക്കി കാര്യങ്ങളെല്ലാം അത് നോക്കി. അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ഇപ്പം മറ്റേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത്. ഇതിൻ്റെ ഒരു ലക്ഷണമുണ്ട്. പക്ഷെ അത് തലച്ചോറിലല്ല തുടങ്ങിയേക്കുന്നത്. അപ്പം അതിൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് പിടിക്കണം. പിന്നെ അത്യാവശ്യം ചെയിൻ സ്മോക്കറായിരുന്നു, നന്നായിട്ട് ബീഡി വലിക്കുമായിരുന്നു. അപ്പോൾ ലങ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഈ തലയുടെ സർജറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓടിപ്പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ടെസ്റ്റ് കാര്യങ്ങൾ, ഒത്തിരി പ്രൊസീജിയേഴ്സ് ഇനിയും ബാക്കിയുണ്ട്. സോ നമുക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ജനറൽ വാർഡിലേക്ക് അഡ്മിറ്റ് ആക്കി. ആ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് തോന്നുന്നു 4-5 മണിക്കൂർ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12 മണി 1 മണി എങ്ങാണ്ട് ആയ സമയത്താണ് നമുക്ക് ഈ അഡ്മിഷനൊക്കെ റെഡിയാവുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഈ പറഞ്ഞ പോലെ ജനറൽ വാർഡിലേക്ക് പോയി. അവിടെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കടൽ പോലെയാണ് ആൾക്കാർ. നിങ്ങൾക്കറിയാം, ഓൾറെഡി അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. കട്ടിലില്ല, കട്ടിലിൻ്റെ അടിയിൽ വരെ ആൾക്കാരാണ്. അങ്ങനെ ഒരു വരാന്തയിലൊക്കെയാണ് അതായത് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നതിലും ബെറ്റർ വരാന്തയിൽ കിടക്കുന്നതാണ്. അങ്ങനെ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഒരാഴ്ച. അപ്പോൾ ഈ ഒരാഴ്ച അവിടുന്ന് അതായത് ആ ജനറൽ വാർഡിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഡോക്ടറെ കണ്ടപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇതിങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 95% നമുക്കിത് ഉറപ്പിക്കാം. പക്ഷെ ബയോപ്സി എടുത്താൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒരു 95% ഇത് തന്നെയാണ് എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ്റേത് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ലങ്സിൻ്റെ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേറെ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. അങ്ങനെ ഏകദേശം ഒരു 1.5 ആഴ്ചയോളം അവിടെ കിടന്നു. പിന്നെ ബയോപ്സിയുടെ ഡേറ്റ് എടുത്തതിന് ശേഷം, അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും താമസിച്ചിട്ടൊക്കെയാണ് കിട്ടുള്ളൂ. അപ്പോൾ ബയോപ്സിയുടെ ഡേറ്റ് എടുത്തതിന് ശേഷം അവർ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഇവർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ ഇക്കാക്ക് ബസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കൽ നടക്കില്ല. പിന്നെ അഫിയുടെ സ്കൂൾ അഡ്മിഷൻ അതും ആവാനായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഉമ്മച്ചി എന്നോട് പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാമല്ലോ. അതുപോലെ ഇനിയും നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം വേണം. സോ നിങ്ങൾ പൊക്കോ, കുഴപ്പമില്ല, എന്തായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഉമ്മച്ചി അവർ മനസ്സറിഞ്ഞിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവിടെ കോട്ടയത്തേക്ക് പോക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബയോപ്സി എടുത്തു. ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അതിനൊക്കെ ഒത്തിരി ഒരു 1.5-2 ആഴ്ചയൊക്കെ താമസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം ഇത് തന്നെയാണ്. തലച്ചോറിലും ഉണ്ട്, അതുപോലെ തന്നെ ലങ്സിലും ഉണ്ട്, തലയിലും ലങ്സിലും ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അതായത് അവിടെ വെച്ചിട്ട് ഇത് ആദ്യം അറിയുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയൊരു രോഗം നമ്മൾ മറ്റുള്ളവർക്ക് വന്നു എന്നുള്ളത് കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾക്ക് ഇത് വരിക എന്നൊക്കെ പറയുമ്പോൾ ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല. രാത്രിയൊക്കെ എനിക്ക് ശ്വാസം മുട്ടിയിട്ട് എഴുന്നേറ്റിരിപ്പ്, അതുപോലെ തന്നെ ചുമ്മാ ജനലിൻ്റെ പുറത്തോടെയൊക്കെ അതായത് കോട്ടയത്ത് അഡ്മിറ്റ് ആയിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജനലിൻ്റെ പുറത്തോടെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എനിക്ക് ശ്വാസം മുട്ടിയിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. നമ്മൾ എങ്ങനെ ഇത് നമ്മൾ സർവൈവ് ചെയ്ത് പോകും, എങ്ങനെ നമ്മളിത് എങ്ങനെ ഇത് കഴിഞ്ഞു പോകും, എങ്ങനെ ഇനി ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. എങ്ങനെ ഇതൊക്കെ നമുക്ക് നേരിടാൻ പറ്റുമോ, ഫേസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഒരുപാട് ടെൻഷൻ എനിക്കറിയില്ല. അപ്പം ഞാൻ നൗഫീൻ്റെ അടുത്താണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അവൾ പറയും, എന്തായാലും ഫേസ് ചെയ്തേ പറ്റുള്ളൂ, വന്നുപോയി, നമ്മളിനി ഇത് തളർന്നു പോയിട്ട് കാര്യമില്ല, ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. പിന്നെ നമ്മൾ തന്നെ കുറച്ചാകുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുമല്ലോ, ഇതിങ്ങനെയാണ്, എന്തായാലും ഫേസ് ചെയ്യണം, ഇത് നേരിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവമൊക്കെ വന്ന്
പിന്നെ ഈ ബയോപ്സിയുടെ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലായി ബാക്കി ചികിത്സയൊക്കെ. അപ്പോൾ അവിടെ നമ്മുടെ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക്, അതാണ് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് മാറ്റിയതൊക്കെ. അപ്പോൾ ആ സമയത്തൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ കാണുമ്പോൾ ഇപ്പം ഞാൻ കോട്ടയത്ത് പോയി കാണുമ്പോഴാണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല നീറ്റായിട്ട് സെറ്റായിട്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. പിന്നെ അത്തച്ചിക്കെന്നൊക്കെ നമ്മളായിട്ട് അത്തച്ചിയോട് ഇതാണ് രോഗം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത്തച്ചിക്ക് ഈ റിപ്പോർട്ട് വായിക്കുമ്പോഴെല്ലാം മനസ്സിലാവും. ഇനി അത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ, ഒരു വാക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അങ്ങനെയൊക്കെ അറിവുള്ള ഒരാളായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആൾക്ക് അറിയാമായിരുന്നു സംഭവമൊക്കെ. അങ്ങനെ ജനറൽ ആശുപത്രിയിലായി ബാക്കി ഇതൊക്കെ. അവിടുത്തെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഒരു കുറച്ച് നാൾ മുമ്പ് ഈ പെയിൻ തുടങ്ങി. ഇതിൻ്റെ ഒരു അങ്ങനെയാണല്ലോ, പെയിൻ ഉണ്ടല്ലോ. അപ്പോൾ തലയ്ക്കകത്ത് ഭയങ്കര പെയിനാണ്, സഹിക്കാൻ പറ്റാത്ത പെയിൻ. അപ്പം എന്താണ് എന്നാ ഈ പെയിൻ വന്നിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്തൊക്കെ ഫോൺ ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകാൻ പറയുമായിരുന്നു ഉമ്മച്ചിയോട്. എന്ന് വെച്ചാൽ അത്രയും പോലും പറ്റൂലായിരുന്നു. അങ്ങനെ സംസാരിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര പെയിൻ. ഇടയ്ക്ക് നമ്മുടെ ഉടുമ്പന്നൂർ ഹോസ്പിറ്റലൊക്കെ പോയി ട്രിപ്പ് ഇടും. ഫുഡ് തീരെ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ആശുപത്രിയിൽ പോയി, അതായത് ജനറൽ ആശുപത്രിയിൽ പോയി. അവിടെ ഒരാഴ്ച അഡ്മിറ്റ് ആയപ്പോഴത്തേക്കും ഈ ട്രിപ്പ് ഇടൽ അതുപോലെ ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഒരു ഇതൊന്ന് കുറഞ്ഞു. അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്കും ആൾ ഓക്കെയാണ്. ഈ ട്രിപ്പ് ഇടുമ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ഒരു ബലം എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നടക്കും. പിന്നെ അവിടെ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടും, അതൊക്കെ കുടിക്കും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഉമ്മച്ചിനെ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ഒരു സംഭവം, അതായത് കുറേ കമൻസും അതുപോലെ തന്നെ കുറേ മെസ്സേജസൊക്കെ ഞാൻ കണ്ടു, എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്, ഇപ്പം കാണുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തച്ചിയുടെ ഒരു മരണവാർത്ത ഞാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പലരും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ വീഡിയോ ഇടാത്തതിന് കാരണം അതല്ലായിരുന്നു. എൻ്റെ ഹെൽത്ത് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അതായത് ഈ സമയത്തൊക്കെ ഈ അത്തച്ചി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊക്കെ ഞാനിവിടെ എഴുന്നേക്കാൻ വയ്യാത്ത രീതിയിൽ ഈ റൂമിൽ തന്നെയാണ് ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഈ കട്ടിലിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ഈ ഡോർ തുറക്കാൻ വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ തല ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ വന്നിരിക്കും. അതായിരുന്നു എൻ്റെ അവസ്ഥ. പുറത്തേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വേറെ ഒന്നുമല്ല, പ്രഗ്നൻസി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യത്തെ അതായത് നിധിയുടെ കേസിലാണെങ്കിലും അഫിയുടെ കേസിലാണെങ്കിലും ഇതേ പ്രശ്നമാണ്. ആദ്യത്തെ ഒരു 3-4 മാസം ഈ ലോകത്തൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ അത്രയും ഒരു പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും എല്ലാ കാര്യങ്ങളും, വോമിറ്റിങ്, ക്ഷീണം, തലകറക്കം, എല്ലാം എനിക്കുണ്ടായിരുന്നു. വാ തുറക്കാൻ ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതായത് വാ തുറക്കാൻ എനിക്ക് പറ്റില്ല. വാ തുറന്ന് അപ്പം ഛർദ്ദിക്കും. ഞാനിവിടെ ഇക്കായോടും അതുപോലെ തന്നെ പിള്ളേരുടെ ഒക്കെ മൂളിക്കൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് വാ തുറക്കുമ്പോഴത്തേക്കും ഭയങ്കര വായ്ക്കൊക്കെ മൊത്തം കയ്പോ, ഒന്നും കഴിക്കാൻ പറ്റില്ല. ഒരാഴ്ച ഞാനിവിടെ ഫുള്ള് കിടപ്പ് തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ നാരങ്ങ വെള്ളം കൊണ്ടുത്തരും, അത് കുടിക്കും, ഛർദ്ദിക്കും. ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. അവിടെ നിന്ന് ഉമ്മച്ചിക്ക് വന്ന് നിൽക്കാൻ പറ്റില്ല. അത്തച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മച്ചിക്ക് ഇവിടെ വന്ന് നിൽക്കില്ല, നടക്കില്ല. പിന്നെ നമുക്ക് എന്താണ് ബസ്സിൽ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ അതിലും വലിയ വിഷമം. എനിക്ക് അവരെ നോക്കാൻ പറ്റുന്നില്ല. ഇത് തന്നെ നമ്മുടെ ശരീരം അനുവദിക്കുന്നില്ലല്ലോ. അതിൻ്റെ കൂടെ അത്തച്ചിയുടെ ഈ കേസ് ഉള്ളതുകൊണ്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അതപ്പുറം. എനിക്ക് എൻ്റെ എല്ലാ പ്രഗ്നൻസി ഇങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. ഈ അഫിയുടെ കേസിലും നിധിയുടെ കേസിലും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒന്നാമത് ആ സമയത്ത് എനിക്ക് ശാരീരികമായിട്ട് ഞാൻ എന്താ പറയുക, തളർന്ന് തരിപ്പണായി പോകും. അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് എനിക്ക് അതങ്ങനെയാണ്. പ്രഗ്നൻ്റ് ആകുമ്പം എനിക്ക് അങ്ങനെ വരും, അതങ്ങനെയാണ്. ഈ പ്രാവശ്യം അതുപോലെ തന്നെ. എന്നിട്ട് നമുക്ക് ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ ഒരു ആളെ ഇവിടെ ജോലിക്ക് വെക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഒരാളെ വെക്കാം എന്നുള്ളത്. അങ്ങനെ നമ്മളൊരു ആൻറ്റി ഇവിടെ ജോലിക്ക് വരാൻ തുടങ്ങി. ഇക്കടെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നെയാണ്. ആൻറ്റി വന്നപ്പോൾ മുതൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് പിള്ളേരുടെ കാര്യം ഒന്നും അറിയണ്ടായിരുന്നു. കുട്ടികളുടെ കാര്യം നല്ല അടിപൊളിയായിട്ട് നോക്കും, എൻ്റെ കാര്യം നോക്കും. ഞാൻ ഒന്നും കഴിക്കാതെ ഞാൻ പറഞ്ഞു, അതായത് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, പ്രഗ്നൻസിക്ക് മുമ്പ് 67 കിലോ ഉണ്ടായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ 59 കിലോ ഉള്ളൂ. അത്രയും വെയിറ്റ് ലോസ് ആയിപ്പോയി. ഒന്നും കഴിക്കുന്നില്ല, കഴിക്കുന്നതൊക്കെ ഛർദ്ദിക്കുന്നു, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ. അത്
എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തന്നെന്നുള്ളത്. അങ്ങനെ ആൻറ്റി വന്നു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നു. കാരണം നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിപ്പിക്കും പുള്ളിക്കാരി. പിന്നെ കുട്ടികളുടെ കേസിൽ കാരണം എനിക്ക് എവിടെയെങ്കിലും സമാധാനത്തിൽ കിടക്കാം. ഈ പിള്ളേരുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ വന്നില്ല, ആൻറ്റി നോക്കിക്കോളല്ലോ. അപ്പോൾ രാവിലെ വന്നിട്ട് ആൻറ്റി വൈകിട്ട് പോവും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ. പിന്നെ എനിക്ക് ഇതിലൊരു അതായത് ഇതിന് മുമ്പ് എനിക്കൊരു 2 മിസ്കാരേജ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, 2 അബോർഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇതിനങ്ങനൊരു ഉറപ്പ്, അതായത് റിസ്ക് ഉണ്ട്, കെയർ ചെയ്യണമെന്ന് ഡോക്ടർ ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് അങ്ങനെ ആരുടെ അടുത്തും പറയാനോ ഒന്നും, ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു. ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിൽ അത്തച്ചിയോട് പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. കാരണം ഇത് അറിയില്ല, ഇതൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇനി അത് എന്തെങ്കിലും അറിയില്ല, അത് പറഞ്ഞിട്ട് പിന്നെ ഒരു ഇതാവണ്ടല്ലോ, അത് വയ്യാതിരിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ അത് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അത്തച്ചി ഞാൻ പറഞ്ഞില്ല, ആദ്യം ജനറൽ ആശുപത്രിയിൽ പോയി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഓക്കെ ആയി വീട്ടിൽ വന്നു എന്ന്. ആ സമയത്ത് ഞാൻ തന്നെ അത്തച്ചീനെ വിളിച്ചു പറഞ്ഞു. കാരണം എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല അത് പറയാതിരുന്നിട്ട്, ഇത്രയും വലിയൊരു കാര്യം പറയാതിരുന്നിട്ട് എനിക്കൊരു, അതായത് ഞാൻ പറയണ്ടെന്ന് തീരുമാനിച്ചത് ഡോക്ടർ ഇങ്ങനെ ഒരു റിസ്ക് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ അത്തച്ചീനെ വിളിച്ചു. അന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഒരിക്കലും ഒരു 5 മിനിറ്റ് പോലും ഫോണിൽ സംസാരിക്കാത്ത ഒരാളാണ്. തീരെ താല്പര്യമില്ല ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ. പിന്നെ സംസാരിക്കുന്ന കുട്ടികളുടെ അടുത്ത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാതെ എന്നോട് പോലും 5 മിനിറ്റ് തികച്ച് സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ അന്ന് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ, ഇത് മാത്രമല്ല, ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നെ ഉമ്മച്ചിയുടെ അടുത്തൊക്കെ പറയാമായിരുന്നു പറഞ്ഞു, ഇനി നിധിയും ചെറുതല്ല, അപ്പോൾ എന്ത് ചെയ്യും, രണ്ടുപേരെയും കൂടി ഒരുമിച്ച് എങ്ങനെ നോക്കുക, അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മച്ചിയോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും അന്ന് ഏകദേശം ഈ കാര്യങ്ങൾ മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും 1.5 മണിക്കൂറോളം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. പിന്നെ ഫോൺ വെച്ചു. അതിനുശേഷം പിന്നെ വീണ്ടും ഇതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വയ്യായ്ക വന്നു. നേരത്തെ വന്ന പോലെ തന്നെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, തലയ്ക്കകത്ത് ഭയങ്കര വേദന കൊണ്ട് കരയുമായിരുന്നു എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. അപ്പം എനിക്കൊന്നും പോകാനും പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു റിസ്ക് ഇത് പറഞ്ഞേക്കുന്നതുകൊണ്ട് യാത്രയും പറ്റുന്നില്ല. ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ, വീണ്ടും ഈ പറഞ്ഞ ജനറൽ ആശുപത്രിയിൽ വീണ്ടും കൊണ്ടുപോവാണ്. അവിടെ പോയി ഈ പറഞ്ഞ പോലെ ട്രിപ്പ് ഇടുകയും അതുപോലെ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയും ചെയ്തപ്പോൾ ആളൊന്ന് ഓക്കെ ആയി. ആ സമയത്താണ് നമ്മളന്ന് റെൻറ്റിനെടുത്ത വീടുണ്ടല്ലോ, അത് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവർ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇക്കാക്ക് ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഇക്കായും സിറാജ് ഇക്കായും പോകാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ആദ്യം ഓർത്ത് ഇതിന് പോകുന്ന സമയത്ത് ഈ പിള്ളേരെ 2 പേരെയും, അതായത് അത്തച്ചിക്ക് പിള്ളേരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നെ പോലും കാണണമെന്നൊന്നും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ പിള്ളേരായിരുന്നു ലോകം. അതായിരുന്നു പുള്ളിയുടെ ഒരു ലോകം എന്ന് പറയുന്നത്. അപ്പം പിള്ളേരെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ഉമ്മച്ചിയുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു, ഞാൻ എന്തായാലും അതിന് വരുമ്പോഴത്തേക്ക് പിള്ളേരെ കൊടുത്തു വിടാം, അപ്പോൾ എന്തായാലും ഒന്ന് കാണാൻ പറ്റുമല്ലോ, എനിക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരൽ റിസ്ക്കാണ്, അപ്പോൾ കൊടുത്തു വിടാം എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ കറക്റ്റ് സമയത്ത് നിധിക്ക് ഈ ഡയപ്പർ ഇട്ടിട്ട് അലർജി വന്നു. അപ്പം ഡോക്ടർ കണ്ടപ്പോൾ പറഞ്ഞു, ഇതിന് കൊച്ചിന് 3-4 ദിവസത്തേക്കല്ല, ഒരാഴ്ചയ്ക്ക് സാധനം ഒഴിവാക്കണം എന്ന് പറഞ്ഞ്. അപ്പം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പം നല്ലോണം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവളെ കൊടുത്തു വിടാനായിട്ട് പറ്റിയില്ല. പക്ഷേ അഫീനെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു വിട്ടു, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ പോയിട്ട് ഈ പറഞ്ഞ പോലെ വീട് കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്ത് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക്, അപ്പം ഞാൻ മറ്റുമ്മച്ചിനെ കൂട്ടാൻ പറഞ്ഞായിരുന്നു. അതെന്ന് വെച്ചാൽ മറ്റുമ്മച്ചി ഇടമറയിലെ ഉമ്മച്ചിയുടെ ആങ്ങളുടെ വീട്ടിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഈ ഉമ്മച്ചി ഹോസ്പിറ്റൽ കേസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് മറ്റുമ്മച്ചിക്ക് പാടല്ലേ. അപ്പോൾ പിന്നെ ഞാനും ഇക്കായും കൂടെ തീരുമാനമെടുത്തു, മറ്റുമ്മച്ചി എന്തായാലും ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ മറ്റുമ്മച്ചിനെ കൂട്ടിയിട്ട് അവരിങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് എറണാകുളത്ത് കയറി അത്തച്ചിനും ഉമ്മച്ചിനെയും കാണുകയാണ്. അപ്പോൾ ഈ അഫീനെ, അതായത് നിധിയൊക്കെ വരുമെന്നൊക്കെയാണ് ആദ്യം ഓർത്തുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ ഇവർക്ക് ഇങ്ങനത്തെ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിധി ഞാൻ കൊടുത്തു വിടായിരുന്നത്. അങ്ങനെ അഫീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അഫീനെ മടിയിലിരുത്തിയിട്ട് നന്നായിട്ട് പഠിക്കണം, നിധിയോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്, പിന്നെ നമ്മുടെ ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഗേറ്റ് എപ്പോഴും അടച്ചിടാൻ ഉമ്മയോട് പറയണം, മറ്റേ എന്താണ് വണ്ടിയൊക്കെ വരുന്ന റോഡല്ലേ, അപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകരുത്, ഉമ്മയോട് എപ്പോഴും ഗേറ്റ് അടച്ചിടാൻ പറയണം, ഉമ്മി കാണാതെ ഒന്നും ഇറങ്ങി പോകരുത്, അങ്ങനെ കുറേ കാര്യങ്ങൾ മടിയിൽ കയറ്റിയിരുത്തി അഫിയോട് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അഫി അത് എന്നോട് പറഞ്ഞിട്ടില്ല.
ഞാനത് അറിയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഉമ്മുച്ചി എന്നെ വിളിച്ച് പറയുമ്പോഴാണ്. അതായത് ഉമ്മുച്ചിയോട് അച്ചി മരിച്ചതിന് ശേഷം ഉമ്മച്ചിയുടെ അടുത്ത് അഫി പറഞ്ഞു എന്ന് പറഞ്ഞു, "ഉബി അന്ന് അത്തച്ചി എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു എന്ന്." അപ്പം അന്നങ്ങനെ എന്താ പറയുക, അഫീനെ കണ്ട് അവന് കുറേ സ്നാക്സും മിഠായിയും അതും ഇതും ഒക്കെ ഉമ്മച്ചിനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കൊടുത്തു വിട്ടു. നിധിക്കും കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അതിന് മുമ്പ് ഒരു ദിവസം, അതിന് മുമ്പത്തെ ഒരു സംഭവം പറയാം. അതായത് ഈ പെരുന്നാളിനവിടെ മറ്റേ ഇറച്ചി കിട്ടുമല്ലോ. അപ്പം ഈ ഇറച്ചി നല്ല കഷ്ണമുള്ള ഇറച്ചിയില്ലേ, അത് അത്തച്ചിക്ക് പറ്റൂല കേട്ടോ. എന്നിട്ടും അത്തച്ചി ഒറ്റയ്ക്കിരുന്ന് ഉമ്മച്ചി തൊടില്ല. ഉമ്മച്ചി ഇത് കഴിക്കാതെ തന്നെ ഉമ്മച്ചി ഈ സംഭവത്തിൽ തൊടൂല. അപ്പോൾ അത്തച്ചി ഈ സാധനം ഒറ്റയ്ക്കിരുന്ന് അതിനെ വൃത്തിയാക്കി അതിനെ മറ്റേ കഷ്ണമൊക്കെ ആക്കിയിട്ട് നല്ല രീതിയിൽ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നു വിട്ടു. അതിൻ്റെ കൂടെ കുറേ ചക്ക വറുത്തതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോൺസൻ്റെ കയ്യിൽ ബസ്സിൽ കയറ്റി കൊടുത്തു വിടുകയാണ് ചെയ്തത്. ആ സംഭവത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഉമ്മച്ചി പറയുമ്പോഴാണ് ഞാൻ അറിയണേ. ആ ഇറച്ചി നന്നാക്കാനിരുന്ന സമയത്ത് അത്തച്ചിക്ക് പറ്റൂലല്ലോ. അപ്പോൾ അനിയൻ പറഞ്ഞു, "അത് അവിടെ വെക്ക്, ഞാൻ ശരിയാക്കി കൊടുക്കാം, ഞാനും കൂടെ കൂടാന്ന് പറഞ്ഞിട്ട് ഇവനെ അടുപ്പിച്ചില്ല എന്ന് പറഞ്ഞു. "വേണ്ട, ഞാൻ ചെയ്തോളാം, ഇത് ഞാൻ ചെയ്തോളാം, ഇത് ആരും ഇതിനകത്ത് കൂടണ്ട, ആരും ഇതിനകത്ത് കൈയിടാനും വരണ്ട, ഇത് ഞാൻ ചെയ്തോളാം" എന്ന് പറഞ്ഞ് അവനോടും കൂടെ ദേഷ്യപ്പെട്ടിട്ടാണ് അന്ന് ആ സംഭവം ഇങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടത്. പക്ഷേ എനിക്കതിൽ നിന്നൊരു പീസ് പോലും ഇവിടെ ഇക്കായും പിള്ളേരും എല്ലാവരും കഴിച്ചു. പക്ഷേ എനിക്കതിൽ നിന്നൊരു പീസ് പോലും കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് ഈ പ്രശ്നമായിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നോൺ വെജ് ഒന്നും എനിക്ക് അടുപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയൊക്കെ കൊടുത്തു വിടുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ്. അങ്ങനെ ഇവർ അഫീനെയൊക്കെ കണ്ട് അന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. മറ്റുമ്മച്ചി ഇങ്ങോട്ടേക്ക് വന്നു. അന്ന് ഇക്ക എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത്തച്ചി തിരിച്ചു വരും. കാരണം ഭയങ്കര ഐശ്വര്യമായിരുന്നു മുഖത്ത്. അതായത് ഈ മറ്റേ വലിയൊക്കെ നിർത്തിയല്ലോ. അപ്പം എന്താ പറയുക, അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റമൊക്കെ വന്നു. നല്ല ആക്റ്റീവായിട്ട് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഉമ്മച്ചീനെ അത്തച്ചിനെയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇനിയിപ്പം ഓക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് ദിവസം ഇവിടെ വന്ന് പിള്ളേരുടെ കൂടെ നിൽക്കുക. അവർക്ക് എന്തായാലും യാത്ര ഇപ്പോൾ പറ്റൂല. അപ്പം ഇവിടെ വന്ന് പിള്ളേരുടെ കുറച്ച് നിൽക്കുന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടാടി വന്നത്. അത്തച്ചി ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അത് കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം ഇക്ക അങ്ങനെ പറയുകയാണല്ലോ. അപ്പോൾ അതുപോലെ അത്രമേൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, പ്രശ്നമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നു, മുഖത്ത് തന്നെ ഒരു ഐശ്വര്യം വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പോൾ എന്തായാലും ഓക്കെയാണ്, സെറ്റാണെന്നല്ലേ നമ്മൾ വിചാരിക്കണേ. അങ്ങനെ ഇവിടെ മറ്റുമ്മച്ചി ഇവിടെ വന്നു. പിന്നെ ഇങ്ങനെ അങ്ങ് പോയി. മറ്റുമ്മച്ചി ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം കഴിഞ്ഞു കേട്ടോ. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അത്തച്ചനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കാൻ, അതായത് ഓക്കെ ആയി, ആൾ ഓക്കെയാണ്, സെറ്റാണ്. അപ്പം ഡിസ്ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു പനി പിടിച്ചു. അതായത് ഉമ്മച്ചിക്കും പിടിച്ചു, അത്തച്ചിക്കും പിടിച്ചു. ഒരു മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടൊക്കെയാണ് നടന്നത്. പക്ഷേ പനി പിടിച്ചു. പനി പിടിച്ച് എന്താ പറയുക, ഒന്ന് കുറയും പിന്നെ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ICUയിലേക്ക് മാറ്റി. പിന്നെ എന്താ പറയുക, ICUയിലൊരു 2-3 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് തന്നെ ആൻറ്റിയും അവരൊക്കെ എപ്പോഴും തന്നെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോഴൊക്കെയാണെങ്കിലും ബാവാസൊക്കെയാണ് കൊണ്ടുപോയതൊക്കെ. ആൻറ്റിയും അങ്കിളും പിന്നെ അത്തച്ചിയുടെ ചേട്ടൻ ഫാമിലി അവർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ആഷിക്കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോളും ഉണ്ടായിരുന്നു. പിന്നെ മാമായും അവരൊക്കെ ഇങ്ങനെ വന്നും പോയും അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ICUയിൽ അതായത് ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു വലിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴും നമുക്കങ്ങനെ പോകും. അതെന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് അത് കിട്ടാത്ത, എനിക്കറിയില്ല. അത് ഉമ്മച്ചിയും പറയുന്നുണ്ടായിരുന്നു, ഇല്ല അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോകുമെന്ന് ഓർത്തില്ല. കാരണം ഇതിനു മുമ്പും പനിയൊക്കെ വന്നതൊക്കെ ആണല്ലോ. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അത്രയൊന്നും ഓർക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മേ ബി. അപ്പം ആൻറ്റിയൊക്കെ പിന്നീട് പറഞ്ഞത് ICUയിൽ കണ്ടാൽ നമുക്ക് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റൂല എന്നൊക്കെ ആയിരുന്നു. ഞാനിത് പിന്നെ അതായത് മറ്റുമ്മച്ചി ഇവിടെ വന്നതിൻ്റെ കറക്റ്റ് ഒരാഴ്ച, വെള്ളിയാഴ്ച രാവിലെ അന്ന് വെളുപ്പിനെ കണ്ടിക്ക ഓട്ടം പോയേക്കാണ്. 2 ദിവസത്തെ ഉറക്കമുണ്ട്, 2 ദിവസം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ എനിക്ക് ഈ രാവിലെ എഴുന്നേൽക്കൽ കുറച്ച് പാടാണ്. ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആൻറ്റി തന്നെയാണ് എല്ലാം നോക്കുന്നതൊക്കെ. പിന്നെ മറ്റുമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. അപ്പം എനിക്ക് രാവിലെ എഴുന്നേൽക്കൽ ഭയങ്കര പാടാണ്. അപ്പോൾ ഇക്ക പോവുകയാണെങ്കിൽ തന്നെ ഈ ഹഫീനെ മദ്രസയിൽ അതുപോലെ തന്നെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമാണ് പോവുള്ളൂ. പക്ഷെ അന്ന് ഈ കൊച്ച് എന്ത് ചെയ്താലും സ്കൂളിൽ പോകുന്നില്ല. മദ്രസ പിന്നെ വെള്ളിയാഴ്ച ഇല്ല, സ്കൂളിൽ പോകുന്നേ ഇല്ല. എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എന്നാലും ഞാൻ എണീറ്റിട്ട് പറഞ്ഞു, നീ പോ എന്തായാലും, വെറുതെ വാശി പിടിക്കില്ല. ഇക്ക ഇല്ല,
അപ്പോൾ എന്ത് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെക്കൊണ്ട് വയ്യ, നമുക്ക് പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ നമുക്ക് അങ്ങനെ നിർബന്ധിച്ച് വലിച്ച് അടിച്ചിട്ടിട്ട് നമ്മൾ ബസ് കയറ്റി വിടും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അങ്ങനെ അന്ന് ഇവൻ പോയുമില്ല. പിന്നെ ഇക്ക എവിടെ പോയെന്ന് എനിക്കറിയില്ല, കാരണം വെളുപ്പിനെങ്ങാണ്ട് എഴുന്നേറ്റ് പോയതാണ്. അപ്പോൾ ഞാൻ ഇക്കാനെ വിളിക്കുമ്പം 9 മണിക്കുള്ളിൽ വന്നേക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല. അപ്പം ഓട്ടം പോയതായിരിക്കും, വരുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ഉച്ചയാവാനായപ്പോഴത്തേക്കും ആഷിഖ് എന്നെ വിളിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ വരുന്നില്ലേ, നീ എന്തായാലും വാ, ഇനി വൈകിക്കണ്ട, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാം ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് അത് കേട്ടപ്പോൾ അത്രയും നേരം നമ്മൾ വിചാരിക്കണത് എന്താ, ശരിയാണ് പനി പിടിച്ചു, പക്ഷെ അത് ഓക്കെ വരും, അങ്ങനെയല്ലേ. ഇത് അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. നീ എന്തായി പറയണേ, നീ എന്നെ ഇങ്ങനെയൊക്കെ പറയണേന്നാണ് ഞാൻ അവനോട് തിരിച്ചു ചോദിച്ചത്. എനിക്കൊന്നും, പിന്നെ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ ഈ റൂമിൽ കിടക്കായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടി മറ്റുമ്മച്ചിയോട് പറയാൻ വേണ്ടിയിട്ട്. മറ്റുമ്മച്ചി മുമ്പസ്ഥിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഓടുന്നത് കണ്ടിട്ട് ആൻറ്റി പേടിച്ചു പോയി. അടുക്കളയിൽ നിന്ന് ആൻറ്റി വന്നിട്ട് പിന്നെ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, കരഞ്ഞ് അതിന് മുമ്പ് എനിക്ക് പറഞ്ഞ പോലെ ഒരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് 3-4 ദിവസം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര പാട്. ഈ തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കും എന്നാണ് തോന്നണത്. ശ്വാസം കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ബേസിൻ്റെ അവിടെ പോയതാണ്. അവിടെ വീണ്, എന്നിട്ട് പാതിരാത്രിക്ക് എടുത്തുകൊണ്ട് ഓടി, ഈ പറഞ്ഞ പോലെ ശ്വാസം കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ എനിക്ക് ഇതുപോലെ കരഞ്ഞിട്ട് പറ്റുന്നില്ല, ആകെ ബുദ്ധിമുട്ട്. നമുക്ക് എന്തൊക്കെയാണ് ആ സമയത്ത് മനസ്സിൽ കൂടെ പോയതൊന്നും എനിക്കിപ്പോഴും ഓർമ്മയില്ല. ആൻറ്റി എന്നെ കുറേ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സാരമില്ല എന്നിങ്ങനെ കരയല്ലേ, ഈ സമയത്ത് ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കറക്റ്റ് ഇക്ക വരുന്നത്. അപ്പോൾ ഇക്കാനെ ഒരു രാവിലെ വിളിച്ച് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇക്കാക്കും ഈ പറഞ്ഞ പോലെ ഇത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇക്ക കാണുമ്പോൾ അത്രയും ആക്റ്റീവായിട്ട്, അത്രയും നന്നായിട്ട്, അത്രയും ഓക്കെ ആയിട്ടിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് പറയുമ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഉമ്മച്ചിയും അതുപോലെ അവനും വരാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് തന്നെ വൈകുന്നേരം. അപ്പോൾ ഇക്ക 2 ദിവസത്തെ ഓട്ടം, ഈ രാത്രി ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം വന്നു. അങ്ങനെ നമ്മൾ ജോൺസിനെ കൂട്ടിയിട്ടാണ്, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ജോൺസിനെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴും നേരെ ഹോസ്പിറ്റലിൽ, എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണ് നമ്മൾ പോകുന്നതാണല്ലോ. അപ്പോഴും എനിക്ക് കാണാൻ പറ്റും. എനിക്ക് എൻ്റെ കൊച്ചിനെ കാണാതെ പോകുമോ? കാരണം അവളെ കാണണമെന്ന് അത്രയും ആഗ്രഹിച്ചിരുന്ന ഒരാളല്ലേ. അപ്പം അങ്ങനെ പോകില്ലല്ലോ. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണേ. അപ്പോഴും ഓക്കെ ആകും. അപ്പം ആഷിഖ് എന്നെ വിളിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഇവനോട് ഇത് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മരുന്ന് വാങ്ങിക്കാൻ പോവാടി, വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോകണമല്ലോ, മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെയോ. എനിക്കറിയില്ല ആ സമയത്ത് എൻ്റെ ബുദ്ധി പ്രവർത്തിക്കാത്തതാണോ അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിവ് ഉണ്ടാകാത്തതാണോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് പോകാൻ പറ്റും, എനിക്ക് കാണാൻ പറ്റും, പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഓക്കെ ആയി വരും, അത്രേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് ഇവർ ഹോസ്പിറ്റലിലേക്കൊന്നുമല്ല പോകുന്നത്, അങ്കമാലി എത്തി. അപ്പം ഇക്കാനോട് പറഞ്ഞു, നമുക്ക് നേരെ വീട്ടിൽ പോവാം, വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായി നമുക്ക് തിരിച്ച് വരാം. ഈ സമയത്ത് പോയി, അതായത് ആ ഒരു ടൈം ആയല്ലോ, വെളുപ്പൊക്കെ ആവാനായല്ലോ, വെളുപ്പല്ല, ഒരു മണി ആ സമയമല്ല. അപ്പോൾ പിന്നെ ഈ സമയത്ത് നമുക്ക് അവിടെ പോയി കയറണ്ട, അപ്പോൾ വീട്ടിൽ പോയിട്ടൊന്ന് ഫ്രഷായിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അതും അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ബുദ്ധിയൊന്നും ആ സമയത്ത് പ്രവർത്തിച്ചിട്ടില്ല. ബോധം ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പം ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഓർക്കുന്നത് എന്താ, ഓക്കെ ആയി, അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയണേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പം എടമറകിലേക്കാട്ടോ പോകുന്നത്. മാമയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ട്, അവിടെ വെള്ളമില്ല. പിന്നെ ഇവർ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് പോയേക്കണുണ്ട്. അതിൻ്റെ ചിലപ്പോൾ താക്കോലൊക്കെ അവരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, താക്കോലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ ഇക്കാനോട് നമുക്ക് മാമയുടെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി മാമയുടെ വീട്ടിലേക്ക് പോണതിൻ്റെ വഴിയിൽ വണ്ടി നിർത്തി ഇറങ്ങി. അതായത് വണ്ടി നിർത്തി ഇറങ്ങി കറക്റ്റ് ആ സമയത്ത് നമ്മുടെ വണ്ടിയുടെ പുറകിൽ ആംബുലൻസ് വന്ന് നിർത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് ഒരു 12 മണിയായ സമയത്ത് ഇക്കാക്ക് കോൾ വന്നതാണ്. 12 മണി കഴിഞ്ഞു. ആ സമയത്ത് ഇക്കാക്ക് കോൾ വന്നതാണ്. ആൾ പോയി, ഞങ്ങൾ ഇങ്ങനെ ഇടമറുകിലേക്ക് പോവുകയാണ്, നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് കോൾ വന്നതാണ്. മറ്റുമിച്ചോടും ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നേരെ പിന്നെ ഞാൻ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ആംബുലൻസ് അങ്ങ് കയറിപ്പോയി. പിന്നെ വീട്ടിൽ പോകുമ്പം ഞാൻ കാണുന്നത് ആംബുലൻസിൽ നിന്ന് എത്തിച്ച് ഇങ്ങനെ ഇറക്കുന്നതാണ്. പിന്നെ അവിടെ കിടത്തി. അങ്ങനെ പിറ്റേ ദിവസം, അതായത് ശനിയാഴ്ച ഒരു ളുഹർ കഴിഞ്ഞ പാടെ ആയിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ.
പിന്നെ ഒരു 7 ദിവസം ദിക്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7ാമത്തെ ദിവസത്തെ ദിക്റ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് മിനിഞ്ഞാന്നാണ് ഇവിടെ എത്തിയത്. ഇനിയിപ്പോൾ എന്താ പറയുക, അതായിരുന്നു സംഭവം. ഇനി എന്തായാലും ഉടനെ തന്നെ പോകണം നാട്ടിലേക്ക്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു സംഭവിച്ചത്. അപ്പം ക്യാൻസറായിരുന്നു ബ്രെയിനിലും അതുപോലെ തന്നെ ലങ്സിലും ഉണ്ടായിരുന്നു. ബീഡി വലിക്കുമ്പോഴൊക്കെ നമ്മൾ അന്നൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമായിരുന്നു, കുറേ ഇതെന്ത് തീവണ്ടിയാണോ, അല്ലെങ്കിൽ ഇത് നിർത്തിക്കൂടെ, അങ്ങനെയൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് തോന്നാതെ അത് നിർത്തൂലല്ലോ. അപ്പം പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ബീഡി വലിക്കാത്തവർക്കും ഇത് വരുന്നുണ്ട്. പുറമേ നിന്ന് കാണുന്നവർക്കൊക്കെ പറയാമോ ബീഡി വലിച്ചത് കൊണ്ടല്ലേ വന്നത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ അസുഖം ഇതൊക്കെ വരുമ്പോൾ നമുക്കങ്ങനെ ഒന്നും ചിന്തിക്കാനൊന്നും പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തമല്ലേ. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സന്തോഷവും കെട്ടടങ്ങിയ ഒരു ഫീലാണ് എനിക്ക്. കാരണം ഇനി ഒന്ന് ആലോചിച്ച് നോക്ക്, ഇനി എന്തെങ്കിലും ഒരു സന്തോഷം എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? നാളെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞു, ഈ കൊച്ചിനെ കാണുമ്പോഴും ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ അത്തച്ചി ഇല്ലല്ലോ, എൻ്റെ അത്തച്ചിക്ക് കാണാൻ പറ്റില്ലോ എന്നുള്ള ആ ഒരു സാധനമായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ സന്തോഷം വരുള്ളൂ. ഇനി ജീവിതത്തിൽ എന്ത് നേട്ടം ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഒരു 100% സന്തോഷിക്കാൻ പറ്റൂല. ഒരു 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് അത്തച്ചിയുടെ ചേട്ടൻ ഇതുപോലെ മരിച്ചു. അത് പെട്ടെന്നുള്ള മരണമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇതുപോലെ അസുഖമായിട്ട് കിടന്നൊന്നുമില്ല, പെട്ടെന്നുള്ള മരണമായിരുന്നു. അപ്പം അന്ന് ഞാൻ നിധീനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പം അന്ന് അവരുടെ വീട്ടിൽ നിന്ന് ഈ മയ്യം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ജനലിൽ പിടിച്ച് ഞാനും ഈ അത്തച്ചിയുടെ ചേട്ടൻ്റെ മോൾ അമ്മു എന്ന് ഞാൻ പറയാറില്ലേ, അമ്മു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ മയ്യം എടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൾ. അപ്പം ഞാൻ അവളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അന്ന് അവൾ എന്നോട് ഈ മയ്യം എടുത്തുകൊണ്ട് ഇങ്ങനെ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട് പോകുന്നത് കണ്ടപ്പം അന്ന് അവൾ എന്നോടൊരു വാക്ക് പറഞ്ഞു, എൻ്റെ അഹങ്കാരമാടി ആ പോകുന്നതെന്നുള്ള ഒരു വാക്ക് എന്നോട് പറഞ്ഞു. ഈ 2.5 വർഷങ്ങൾക്ക് ശേഷം അതായത് അന്ന് അവൾ നിന്ന സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അന്ന് ഇതുപോലെ തന്നെ ഈ മയ്യം എടുക്കുന്ന സമയത്ത് ഞാൻ അമ്മുവിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, നീ അന്ന് എന്നോട് പറഞ്ഞ ഓർക്കണ്ടോ, എന്താ എൻ്റെ അഹങ്കാരമാണ് ആ പോകുന്നതെന്ന് നീ അന്ന് എന്നോട് പറഞ്ഞത് ഓർക്കണ്ടോ എന്ന് പറഞ്ഞിട്ട് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കും ഭയങ്കര ഫീലായിട്ടോ. കാരണം അന്ന് അവൾ എൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അവൾ എന്നോട് അന്ന് പറഞ്ഞ വാക്ക് ഞാനിവിടെ ഇക്കാരുടെ അടുത്തൊക്കെ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു നിൽക്കാന്നുള്ള ആ ഒരു സംഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. 2.5 വർഷങ്ങൾക്ക് ശേഷം അവളുടെ അതേ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം എന്താ ആഷിഖൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓർത്ത് ഇവനെങ്ങനെ ഇത് പിടിച്ചിരിക്കാൻ പറ്റുന്നു. അവനങ്ങനെ വിഷമമുണ്ട് എല്ലാം ഉണ്ട്, പക്ഷെ അവനങ്ങനെ കരഞ്ഞതായിട്ടൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഇവനെങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ചാണ്, എനിക്കിതിന് പറ്റുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. പക്ഷേ എന്താ ഇങ്ങനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് ഇക്ക പിന്നീട് പറഞ്ഞു കേട്ടു. അതുപോലെ തന്നെ അടക്കി പിരിഞ്ഞ് വന്നിട്ട് ഞാനും ഉമ്മച്ചിയും അതുപോലെ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോളുണ്ട് ഷാജിത നമ്മുടെ ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു. ഉമ്മച്ചി അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഹോസ്പിറ്റലിലും ഉണ്ടായിരുന്നു ഫുൾ സമയം. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൻ വന്നിട്ട് ഭയങ്കര ഒരു കരച്ചിലായിരുന്നു അത്രയും നേരം. അപ്പം ഞാൻ അവനോട് ചോദിക്കുന്നത്, ഇത്രയും നേരം നീ പിടിച്ചു നിന്നിട്ട് ഇപ്പം നീ കരയുന്നുണ്ടല്ലോ എന്ന്. അതായത് പിന്നീട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരാളെ. എന്തോരം ഇങ്ങനെ നമുക്ക് മാനസികമായിട്ട് ഇപ്പോഴും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇനി ഇല്ലല്ലോ, ഇനി നമുക്ക് അങ്ങനെ ഒരാളെ ഇനി കാണണമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? പറ്റൂല, അത് പോയി. പിന്നെ ഒരു മകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നഷ്ടമാണ് അപ്പനില്ലാണ്ടായി പോവുക എന്നുള്ളത്. അത് ഇത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തത് കൊണ്ടാണോ എങ്ങനെയാണെങ്കിലും നമുക്കത് നഷ്ടം തന്നെയാണ്. പിന്നെ എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം വേറെ. ഞാനത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്കൊന്ന് കാണാനൊന്നും മിണ്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എന്നോടിത് കണ്ടവരൊക്കെ ഉമ്മച്ചിയാണേലും അതുപോലെ തന്നെ ആഷിഖാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഷാജിത്തായൊക്കെയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇവരൊക്കെ പറഞ്ഞത്, നീ അത് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് മാത്രമേ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പം അത് കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെയാണ് ഇവരെന്നോട് പറഞ്ഞത്. പക്ഷെ എന്നാലും എനിക്കൊന്ന് എൻ്റെ കൊച്ചിനെയും കണ്ടില്ല, അതായിരുന്നു അതിലും വലിയ വിഷമം. അത് ഉമ്മച്ചി ഇപ്പോഴും പറയും, അവളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം
അവള് വന്നത് പിന്നെ അത്തച്ചിക്കൊക്കെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഭയങ്കര എന്താ പറയുക, അതല്ലേലും കൊച്ചുമക്കളുണ്ടാകുമ്പോഴത്തേക്കും ഒട്ടുമിക്ക പേരൻസും അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. എന്നാലും കൊച്ചുമക്കളായിരിക്കും പിന്നെ അവരുടെ ലോകം. മക്കളെ സ്നേഹിച്ചതിനെക്കാട്ടിലും കൂടുതൽ അവർ കൊച്ചുമക്കളെ സ്നേഹിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഉമ്മച്ചിയാണെങ്കിലും അത്തച്ചിയാണെങ്കിലും മറ്റുമ്മച്ചിയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഈ നിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 ഭയങ്കര ഒരു എന്നാ പറയണേ, അത്തച്ചിക്ക് ഒരു അഡിക്ഷൻ പോലെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ ഫീഡിങ് നിർത്തിയ സമയത്ത് ഈ കൊച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. രാത്രിയൊക്കെ എഴുന്നേറ്റിരുന്ന് കരച്ചിൽ പ്രശ്നമൊക്കെ ആയിരുന്നു. അപ്പം ഞാനെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്, അത്തച്ചിയാണ് ഈ വയ്യാത്ത കാലും വെച്ചുകൊണ്ട് രാത്രിയൊക്കെ ആ വീടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ വയ്യാത്ത അതായത് ഇങ്ങനെ ചെറിയൊരു നടക്കുമ്പോൾ കുറച്ച് പാടാണ്. ആ ഒരു സർജറി കഴിഞ്ഞ് പിന്നെ അപ്പം അത്തച്ചിയാണ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നുകൊണ്ടിരുന്നത്. അതിൽ രാത്രി അതിന് ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ ഫീഡിങ് നിർത്തിയ സമയത്ത് പ്രശ്നത്തിൽ ഉറക്കിയിരുന്നതും എല്ലാം അത്തച്ചി തന്നെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും ചെയ്തു. പിന്നെ അവളെ കാണാനും പറ്റിയില്ല. അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എന്താ പിന്നെ എല്ലാവരും പറഞ്ഞു ആ ഒരു സീൻ, ആ ഒരു ഇത് കാണാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നൊക്കെ. പക്ഷേ എനിക്ക് ഇപ്പോഴും അതൊരു മരണം വരെ ആ ഒരു വേദന ഉണ്ടാവും. ഞാൻ മരിക്കുന്ന വരെ എൻ്റെ ഉള്ളിൽ അതൊരു കാണാൻ പറ്റിയില്ലല്ലോ അതിങ്ങനെ ഉണ്ടാവും. അതിനി എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതുകൊണ്ട് പോകത്തുമില്ല. പിന്നെ എന്താണ് ലാസ്റ്റ് അതായത് ICUവിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പം ലാസ്റ്റ് ഇങ്ങനെ ആഷിക്കും അതുപോലെ തന്നെ ഉമ്മച്ചി വയ്യാതെ തളർന്നു കുത്തിയ ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. ഉമ്മച്ചി എന്താണ് ആഷിക്കും പിന്നെ ഈ പറഞ്ഞ ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മോള് ഷാജിത്ത എന്ന് ഞങ്ങൾ വിളിക്കണത്, ഷാജിത്തായും കയറിയ സമയത്ത് എന്താ അത്തച്ചി ആഷിക്ക് ഇങ്ങനെ അത്തച്ചിന്ന് ഇങ്ങനെ വിളിച്ചപ്പോൾ ഒന്ന് മൂളിയെന്ന് പറഞ്ഞു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ പറയുക, ഗുളിക ഒന്നും കഴിക്കില്ലായിരുന്നു കേട്ടോ. ഗുളികയൊക്കെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ തുപ്പിക്കളയായിരുന്നു. അതൊക്കെ ഭയങ്കര ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ അത്തച്ചിന്ന് വിളിച്ചപ്പോഴത്തേക്കും ഒന്നും പറഞ്ഞ് മൂളി. അപ്പം ഷാജിത്ത പറഞ്ഞു സാരമില്ല, ഒന്നും വരില്ല, ഒന്നും വിഷമിക്കേണ്ട, പിള്ളേർ നാളെ വരും, കൊച്ച് നാളെ വരും എന്ന് പറഞ്ഞപ്പം കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പുറത്ത് വന്നൊരു 4 മിനിറ്റ് 3 മിനിറ്റ് ആയുള്ളൂ. അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് മരണം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയായിരുന്നു ഈ സംഭവമൊക്കെ. ഇതൊക്കെ പിന്നീട് ഇവർ ഓരോരുത്തർ പറഞ്ഞു കേട്ട് ഞാൻ അറിഞ്ഞാണ്. ഞാൻ ഈ സമയത്ത് ഇതൊന്നും അറിയണില്ല. പിന്നെ ഓരോരുത്തർ ഇപ്പം ഷാജിത്താണേലും ആഷിക്കാണേലും ഉമ്മച്ചിക്കാണേലും പറഞ്ഞിട്ടുള്ളൊരു അറിവാണ് ഇതൊക്കെ. എനിക്ക് ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണ് പടച്ചവൻ അങ്ങനെ ഒരു വിധി തന്നതെന്നുള്ളത് എനിക്കറിയില്ല. കാരണം എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനെല്ലാം മാനേജ് ചെയ്തു. അവർക്കൊരു ബുദ്ധിമുട്ട് അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാനെല്ലാം മാനേജ് ചെയ്ത് എല്ലാം അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്തു കൊടുത്തിട്ടും പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ പടച്ചവൻ്റെ വിധി അതായിരിക്കും. അങ്ങനെയൊന്നും വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റൂല സത്യത്തിൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇനി ഞാൻ മരിച്ചു പോണവരെ ഉള്ളിൽ അതുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി അങ്ങനത്തെ ഒരു സന്തോഷമൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം എന്ത് നേട്ടങ്ങൾ ഇനി ഉണ്ടായി എന്ന് പറഞ്ഞാലും നമുക്ക് ആദ്യം തന്നെ എൻ്റെ അത്തച്ചിത് കാണാനില്ലല്ലോ, ആ ഒരു ചിന്തയായിരിക്കും നമുക്ക് മുമ്പിൽ നിൽക്കണം. പൂർണ്ണമായിട്ടും ഒന്നിലും സന്തോഷിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പം തോന്നുന്നില്ല. ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒക്കെ കുറഞ്ഞു വരുമായിരിക്കും. എന്നാലും അത്തച്ചി ഇല്ലാത്തത് അതൊരു കുറവ് തന്നെയാണല്ലോ. എന്തു പറഞ്ഞാലും ഒരു കുറവ് തന്നെയാണ്. പിന്നെ അന്നും ഇന്നും എന്നും ആലോചിക്കുമ്പോൾ എനിക്കൊരു സംതൃപ്തി ഉള്ള എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വലിയൊരു ഇതായിട്ട് പറയുന്നൊന്നുമല്ല. കാരണം നമ്മൾ പലയിടത്തും പല വീടുകളിലും നമ്മൾ പല സിറ്റുവേഷൻസ് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതായത് ഒരു ഈ പറയണ അപ്പനോ അമ്മയ്ക്കോ വയസ്സാകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗം വരുമ്പോഴത്തേക്കും നീ നോക്ക്, അല്ലെങ്കിൽ അവരോട് നോക്കാൻ പറ, എനിക്ക് പറ്റില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുന്നുണ്ട്. ഒരാഴ്ച ഒരു മകൻ്റെ വീട്ടിലാണെങ്കിൽ അടുത്ത ആഴ്ച അടുത്ത മകൻ്റെ വീട്ടിൽ, അല്ലെങ്കിൽ മകളുടെ വീട്ടിൽ, അല്ലെങ്കിൽ മക്കളെല്ലാവരും കൂടി നിൻ്റെ എന്താണ് മരുമകളോട് നോക്കാൻ പറഞ്ഞത്. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് നമ്മൾ പലയിടത്തും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട്. ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഈ തട്ടുന്നത്, ഇതൊന്നും എൻ്റെ അത്തച്ചിയുടെ കേസിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നോക്കി. അത് ഞാൻ പറയില്ല, അതെനിക്കൊരു
ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. പിന്നെ ആരെയും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല കേട്ടോ. അതും എല്ലാവരും അവിടെ കൂടി എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ്, ആരെയും ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ളത്. കാരണം 2-2.5 മാസമേ ആയിട്ടുള്ളൂ ഇത് ഡയഗ്നോസ് ചെയ്തിട്ട്. പിന്നീട് നമ്മൾ കീമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നു. ഇത് കീമോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാത്തതും നന്നായി എന്നൊക്കെ ഓരോരുത്തർ പറയണ്ടായിരുന്നു. കാരണം ഈ കീമോ ഒന്നാമത് ആരോഗ്യമില്ല, പിന്നെ കീമോ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടും നല്ല മരണമാണ്, അതുപോലെ എന്താ പറയുക, അതിനൊരു ഭാഗ്യം ഉണ്ടായി എന്നൊക്കെ അവിടെ ഇങ്ങനെ ഓരോരുത്തർ പറയണതാണ്. ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടതാണ്. ഓരോരുത്തരും നല്ല എല്ലാവരും തന്നെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊന്നും എങ്ങനെയായതാ എനിക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്ന് പറഞ്ഞാലും നഷ്ടപ്പെടേണ്ടത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും അങ്ങനത്തെ ഒരു നഷ്ടം നമുക്ക് നികത്താനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ എന്താ പറയുക, ഈ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥയൊന്നും അതിലേക്കൊന്നും പടച്ചവൻ എത്തിച്ചില്ല കേട്ടോ. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. കാരണം എന്നാലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രഗ്നൻസിയിൽ എനിക്ക് ഒന്നും കഴിക്കാൻ വയ്യാതെ ഇവിടെ നല്ല വിശപ്പുണ്ട്, വയറ്റിൽ കിടന്ന് എരിച്ചിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഉണ്ടല്ലോ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ കൊതിയോടെ ഓർത്തുകൊണ്ടിരുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. അതായത് ഈ അത്യാവശ്യം എനിക്കും അനിയനും വാരിത്തരും ഫുഡ്. അപ്പോൾ ഈ ഉമ്മിച്ച് വാരിത്തരുന്നതിനെക്കാട്ടിലും ഞങ്ങൾക്ക് ഇഷ്ടം അത്തച്ചി വാരിത്തരുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. ചാറും തോരനും ഇപ്പം മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഇപ്പം ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് ഈ നല്ല വലിയ ഉരുളയാക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇട്ട് കുറേ പ്രാവശ്യം കാണിച്ചിട്ട് അത് എനിക്കും അവനും വാരിത്തരും. അപ്പോൾ അത് വലുതായ പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളായ പിന്നെ അതിന് ശേഷം ഇത് ഞങ്ങൾക്ക് വാരി തരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഈ വിശന്ന് വലഞ്ഞ് ഒന്നും കഴിക്കാൻ പറ്റാതെ ഛർദിയും അതും ഇതുമായിട്ടൊക്കെ കിടന്ന സമയത്ത് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഈ ഒരു ഉരുള കഴിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര കൊതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിലും ഈ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇവിടെ ഈ വയ്യാതെ കിടന്നിട്ട് ഒരു നിമിഷം പോലും ഞാൻ ചിന്തിക്കാതിരുന്നിട്ടില്ല ഉമ്മച്ചി അത്തച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത്, ഈ ബുദ്ധിമുട്ട് കാരണം. അപ്പോൾ ഈ ഉരുള കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ക്യാബേജ് തോരൻ, അത് ഞാൻ ഇക്കാട് പറഞ്ഞത് ഒരു ഇപ്പം നമ്മൾ നാട്ടിൽ അച്ഛൻ മരിച്ചതിന് ശേഷം നാട്ടിൽ പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പെയാണ്. ക്യാബേജ് തോരൻ കഴിക്കാൻ ഭയങ്കര കൊതിയായിരുന്നു. അതുപോലെ തന്നെ തേങ്ങാച്ചോറും ഇറച്ചിയും, അത് ഇറച്ചി വേണമെന്നോ അങ്ങനെയൊന്നുമില്ല, തേങ്ങാച്ചോറും പരിപ്പ് കറിയൊക്കെ കൂട്ടി കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര കൊതി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഉമ്മച്ചി അത്തച്ചി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഉമ്മച്ചിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം, അങ്ങനെ കഴിക്കാമെന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലോർത്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഈ ക്യാബേജ് തോരൻ അതുപോലെ തന്നെ ഈ തേങ്ങാച്ചോറൊക്കെ എൻ്റെ അത്തച്ചിയുടെ ചടങ്ങിനായിരിക്കും എനിക്ക് കഴിക്കാൻ പറ്റുക എന്നുള്ളത്. ഇനി എനിക്ക് കഴിക്കാൻ പറ്റുക എന്നല്ല, എനിക്ക് കൊതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ ജീവിതത്തിൽ ഞാൻ ഒരു സ്വപ്നത്തിൽ ഞാൻ ഓർത്തില്ല അത്തച്ചിയുടെ ചടങ്ങിനാണ് ഈ ഫുഡ് എനിക്ക് ഇനി കഴിക്കാൻ പറ്റുക എന്നുള്ളത്. അത് എന്താ പറയുക, വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഉരുള ചോറൊന്നും ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതും ഭയങ്കര കൊതിയായിരുന്നു. ഇനി അതൊട്ട് പറ്റുകയില്ല. അപ്പോൾ അത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഓരോ കോയിൻസിഡൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുമായിരുന്നു. പിന്നെ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്നൊന്നും എനിക്കറിയത്തില്ല. ചിലപ്പം അറിയില്ല, ഒന്നും അറിയത്തില്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ഇത് ഏത് ലോകം എന്ന് ചോദിച്ചാൽ പോലും മനസ്സിലാവാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ചുമ്മാ കഴിഞ്ഞു പോണു എന്നുള്ളതല്ലാതെ ജീവിതത്തിന് പ്രത്യേകിച്ച് ഒരു അർത്ഥമോ കാര്യങ്ങളോ ഒന്നും ഇപ്പം ഇല്ല. ഉമ്മച്ചിക്കാണേലും എനിക്കാണേലും അവനാണേലും എല്ലാവർക്കും ശരി തന്നെ. പിന്നെ ഇക്കാടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. പിന്നെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അത് അത്തച്ചിയുടെയൊക്കെ ഒരു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറേ പേര് പറഞ്ഞു ആരെയും ബുദ്ധിമുട്ടിക്കാതെ പോയി, നല്ല മരണമാണ് അങ്ങനെ എന്നൊക്കെ കുറേ പേര് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു അത്തച്ചിയുടെയൊക്കെ ഒരു മനസ്സുകൊണ്ടാണ് അങ്ങനെ. കാരണം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതായത് ഇപ്പം പുറത്തേക്ക്, അതായത് നമ്മുടെ നാട്ടിൽ പോലും ആൾ പോയി എന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരാളുടെ കുറ്റം പറയുക,
അല്ലെങ്കിൽ വെറുതെ മറ്റുള്ളവരായിട്ട് പുച്ഛിക്കുക അല്ലെങ്കിൽ കളിയാക്കുക, മറ്റുള്ളവരെ കുറിച്ച് നുണ പറഞ്ഞുണ്ടാക്കുക, ഇങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ തന്നെ മറ്റുള്ളവരുടെ ഇപ്പോൾ എന്തെങ്കിലും ഏഷണിയോ കുറ്റമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളെ ചീത്ത പറയുമായിരുന്നു. നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിച്ചു ഞങ്ങളെ ചീത്ത പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചിലപ്പം അങ്ങനെയൊക്കെ ഒരു മനസ്സും ഇതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി പടച്ചവൻ അങ്ങനെ ഒത്തിരി അനുഭവിപ്പിക്കാതെ ഒത്തിരി വേദനിപ്പിക്കാതെ വിളിച്ചതെന്ന് തോന്നുന്നു. എൻ്റെ അഫി അന്ന് അത്തച്ചി മരിച്ച് കിടക്കുമ്പോൾ അത്തച്ചിനെ കണ്ടിട്ട് ഉമ്മച്ചിയുടെ എന്നോടൊന്നും പറഞ്ഞില്ല. ഉമ്മച്ചിയുടെ അടുത്ത് പോയിട്ട് പെട്ടെന്നായി പോയല്ലോ ബി, അത്തച്ചി ബീഡി വലിക്കാതിരിക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു എന്ന് പറയണ കേട്ടു. അങ്ങനെ ഇവനിങ്ങനെ ഇരുന്ന് കരഞ്ഞപ്പോൾ ബെൻസിത്തയുടെ കൊച്ചുണ്ടല്ലോ ഫൈസി, അവൻ പറഞ്ഞു നീ വിഷമിക്കണ്ട, നീ ഇങ്ങനെ കരയണ്ട, നീ വിഷമിക്കണ്ട ഫീ, അത്തച്ചി ഇൻവിസിബിളായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പം ഇവൻ കരയണ കണ്ടോണ്ടാണ് ഫൈസി അങ്ങനെ പറഞ്ഞത്. ഈ കൊച്ചിത് വിശ്വസിച്ചിട്ട് ഇന്ന് വരും നാളെ വരും ഇൻവിസിബിളായിട്ട് വരും, ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ വിചാരം. അപ്പം 7ാമത്തെ നമ്മുടെ ദിക്കറിൻ്റെ ആ ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിൻ്റെ അന്ന് രാത്രി പിറ്റേ ദിവസം നമ്മൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. അതൊക്കെ അവൻ അറിയാലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു ഉമ്മി ഇതുപോലെ ഇൻവിസിബിളായിട്ട് വരും നിൽക്കൊക്കെ പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് അത്തച്ചി വന്നില്ലല്ലോ, ഇനി വരൂലേ, നമ്മൾ നാളെ പോവുമല്ലേ, അപ്പോൾ വന്നാലും നമ്മളെങ്ങനെ കാണും, അങ്ങനെയൊക്കെയാണ് ഈ കൊച്ചു ചോദിക്കണേ. പിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇനി വരില്ല ഒരിക്കലും, പോയി ഇപ്പം അങ്ങനെ വരില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് പിള്ളേരിങ്ങനെ വന്നിട്ട് ഈ ചോദിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ഉള്ളു കിടന്നിട്ട് ഇങ്ങനെ വേവാണ്. ഇവരോട് എങ്ങനെ മറുപടി പറയും, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നൊക്കെ. ഇവിടെ വന്നതിന് ശേഷവും എന്താ പറയുക, മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദിക്ർ ചെല്ലുമ്പോൾ യാസീൻ ഓതുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സഹിക്കാനോ ഉൾക്കൊള്ളാനോ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളറിയാതെ ഇങ്ങനെ കരഞ്ഞു പോകുമല്ലോ. അതിൻ്റെ കൂടെ വന്നിരുന്ന്, നിധിക്ക് പിന്നെ അറിയില്ല, അതിൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവനും കരയും. പിന്നെ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊന്നും ചെയ്യാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എനിക്കിത് കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നമുക്ക് ഓൾറെഡി ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെടാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ആ ഒരു നഷ്ടം നികത്താൻ ആരുമില്ല. ആൾ പോയി. നമ്മൾ ഏതൊരു കുടുംബത്തിലാണെങ്കിലും ഒരു മരണം നടക്കുമ്പോൾ, ഒരു കല്യാണം നടന്നു കഴിയുമ്പോഴത്തേക്കും കുറേ ആൾക്കാരുണ്ട്, ഈ ഇത്തിൽക്കണ്ണികൾ അല്ലെങ്കിൽ പാഷാണത്തികൃമികൾ, അങ്ങനത്തുള്ള വാക്കുകളാണ് എനിക്കിപ്പോൾ വരുന്നത്. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇരുന്ന് പറയും കുറേ നുണകൾ, കുറേ ആരോപണങ്ങൾ, കുറേ ഇല്ലാക്കഥകൾ. എനിക്കറിയില്ല ഇവർക്കിത് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. എങ്ങനെ ഇങ്ങനെ പറയാൻ, ഓൾറെഡി ഒരു കുടുംബം അവിടെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ മറ്റുള്ളവരെ പച്ചയിറച്ചി തിന്നാൻ പറ്റണമെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത്. കുറച്ചെങ്കിലും മര്യാദയുടെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കില്ല. എല്ലാം എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത്, എന്താണ് എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ പ്രതികരിക്കാനൊന്നും അതിനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ എൻ്റെ ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞതാണ്, നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കാണ് നഷ്ടമായത്, നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്കിനി ഇല്ല, അങ്ങനെ ഒരാളില്ല, നമുക്ക് നഷ്ടമാവുന്നതിൻ്റെ മാക്സിമം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ നമുക്കെന്താ, നമുക്കൊന്നുമില്ല. ഇനി നമ്മൾ ആരെയും പേടിക്കാനില്ല. എല്ലാവരും പറയില്ലേ, ഒരു സ്വന്തം അപ്പൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ധൈര്യവും പോയി, പിന്നെ അങ്ങനെ ഒരാളില്ലല്ലോ, അങ്ങനെ ഒരു ധൈര്യം പോയി എന്നൊക്കെ പറയില്ലേ, അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇനിയൊന്നും ഇല്ലല്ലോ, ഇനി നമ്മൾ ആരെയും പേടിക്കേണ്ട, ഇനിയൊന്നുമില്ല. കാരണം ആൾ പോയി, നമുക്ക് നഷ്ടമായി. ഇനി ഏറ്റവും വലിയൊരു ലോസാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇനി ആരെ പേടിക്കണം, അങ്ങനൊരു ധൈര്യമാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇവരുടെയൊക്കെ വർത്തമാനം കേട്ട് കഴിയുമ്പോൾ. അപ്പം മാക്സിമം മറ്റുള്ളവരെ എങ്ങനെ വേദനിപ്പിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എല്ലാവരുടെ വീട്ടിലും സംഭവിക്കാവുന്നതാണ് ഇതൊക്കെ. എല്ലാവരുടെ വീട്ടിലും എല്ലാവരും ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസാണ് ഇതൊക്കെ. അതൊക്കെ ഒന്ന് മനസ്സിലോർത്താൽ മതി. ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് കിടക്കാനും ഇങ്ങനെയൊന്നും ഇതായിക്കൊണ്ട് കിടക്കാനൊന്നും ആർക്കും തോന്നൂല.
ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട്. വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യുകയും ചെയ്യും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്നും നോക്കാനില്ല. ഓക്കെ. പിന്നെ ഞാൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം മെസ്സേജാണ് വന്ന് കിടക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് റിക്വസ്റ്റ് ആയിട്ടും അതും ഇത് ഒരുപാട് പേര്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാനിത് എടുത്തു നോക്കുന്നത്. ഒത്തിരി മെസ്സേജ്. എനിക്ക് എല്ലാവർക്കും ഒന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ പറഞ്ഞു, ഞാൻ ഫോണൊന്നും എടുക്കാറ് പോലും ഇല്ലായിരുന്നു. എവിടെയെങ്കിലും സ്വിച്ച് ഓഫ് ആയി കിടക്കും. സമയം നോക്കാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്കാണ് അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിയുന്നത് കൊണ്ട് കുത്തി വയ്ക്കുന്നതൊക്കെ. അങ്ങനെയായിരുന്നു ഒരു 2-3 മാസമായിട്ട്. അപ്പം ഇത് ഈ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരാത്തത്. ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ്, ദുബായിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജ് വന്നതാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും എനിക്ക് മെസ്സേജ് എന്താണ് പറ്റിയത്, എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ഇത്തിൽ കണ്ണികൾ, പാഷാണത്തിക്രിമികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എവിടെയോ കിടക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങളെ ഈ വീഡിയോയിൽ മാത്രം എന്നെ ആണെങ്കിലും അത്തച്ഛനാണെങ്കിലും ഈ വീഡിയോയിൽ മാത്രം കണ്ട് പരിചയമുള്ള നിങ്ങൾ വരെ അത് ചോദിക്കുകയും അന്വേഷിക്കുകയും നമ്മുടെ ക്ഷേമം അന്വേഷിക്കുകയൊക്കെ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സ് പകുതി കമൻറ്റ് ഞാൻ വായിച്ച് തീർന്നിട്ടില്ല. ഇപ്പം എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ചിട്ടൊരു രൂപം നിങ്ങൾക്ക് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളങ്ങനെ അന്വേഷിച്ചതിലുമൊക്കെ. പിന്നെ ഇനിയിപ്പം വീഡിയോസൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എനിക്കതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ ഇല്ല, ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആയിട്ടില്ല. ഇപ്പം ഭക്ഷണം ചെറുതായിട്ടൊക്കെ ഒന്ന് കഴിച്ചു തുടങ്ങി. എന്നാലും വൊമിറ്റിങ് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇപ്പോൾ ഈ സംസാരിക്കുന്നത് വരെ ഇത്രയൊന്നും ഞാൻ സംസാരിക്കൽ പോലും ഇല്ലായിരുന്നു. കാരണം എനിക്ക് വായിൽ ഈ പ്രശ്നം ഭയങ്കര കയ്പ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഛർദ്ദിക്കാൻ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എനിവേ അതിനെക്കുറിച്ചൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ജസ്റ്റ് ഒത്തിരി മെസ്സേജ് വന്നായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ പ്രഗ്നൻസിനെക്കുറിച്ച് ഇതിലൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ എനിക്ക് ഇങ്ങനെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ മെസ്സേജ് എനിക്ക് മാത്രമല്ല, ഇക്കാക്ക്, അതുപോലെ തന്നെ ബെൻസിതാക്ക്, പിന്നെ ബെൻസിതായുടെ നമ്പറൊക്കെ കണ്ടുപിടിച്ച് ആരൊക്കെ മെസ്സേജ് അയച്ചു എന്ന് പറയണ്ടായിരുന്നു. ചിന്നുൻ്റെ ഹസ്ബൻഡിന്, അതുപോലെ ബാവാസിന്, എല്ലാവർക്കും ഇതെന്താണ് പറ്റിയെന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരു എൻക്വയറി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു മൈൻഡൊന്നും ഓക്കെ ആവാത്തത് കൊണ്ടാണ് ഇത്രയും ദിവസം ഒരു വീഡിയോ ആയിട്ട് വരാതിരുന്നത്. ഇപ്പോഴും ഓക്കെ ആയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുറച്ച് ആളുകളുണ്ട് ഒരാവശ്യമില്ലാതെ ഇങ്ങനെ അവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇനിയെങ്കിലും നിർത്തുക. എന്തിനാ വെറുതെ നമ്മൾ ബാക്കിയുള്ളവരെ പച്ചയിറച്ചി തിന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. പഠിച്ചവൻ്റെ മുമ്പിൽ അത്രയും കൂടെ തെറ്റുകാരാവും എന്നുള്ളതല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഒന്നും കിട്ടാനില്ല. ഒന്നെങ്കിൽ അവനവൻ്റെ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഉപദ്രവിക്കാതിരിക്കുക. എന്തിനാണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവർക്ക് എന്താണ് പ്രത്യേകിച്ച് ഇതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ എന്തായാലും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, വേറെ ആരും ഇത് കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും പഠിച്ചവൻ കാണുന്നുണ്ട്. എല്ലാവരും ഈ ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ അവസ്ഥകൾ, മറ്റുള്ളവർ ഇപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഏതാണെന്നൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അതിന് കഴിയില്ല എന്നുണ്ടെങ്കിലും മിണ്ടാതിരിക്കുക. അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.